ഒരു ഭരണാധികാരി വിചാരിക്കുകയാണ് തൻ്റെ രാജ്യത്തുള്ളൊരു പ്രത്യേക വിഭാഗം ആളുകളെ മുഴുവൻ തുടച്ചു നീക്കണം. അതിനായി അവരെ ജയിലിലിടുന്നു, പീഡിപ്പിക്കുന്നു. പക്ഷേ ആ ജയിലിൻ്റെ ചുമരുകൾക്കുള്ളിൽ വെച്ച് തന്നെ ആ ഭരണാധികാരിയുടെ ആളുകൾ തടവുകാരുടെ വിശ്വാസത്തിലേക്ക് മാറിയാൽ എങ്ങനെയുണ്ടാവും? അതാണ് വിശുദ്ധ മർസിലിനസിൻ്റെയും പീറ്ററിൻ്റെയും കഥ. AD 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. റോം ഭരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ അന്തകനായ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ്. ആ സമയത്ത് റോമിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായൊരു വൈദികനായിരുന്നു മർസിലിനസ്. അദ്ദേഹത്തിനൊപ്പം പീറ്റർ എന്നൊരു സഭാ ശുശ്രൂഷകനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ഇവരെ പിടിച്ച് അക്കാലത്തെ ഏറ്റവും ഭീകരമായ തടവറയ്ക്കുള്ളിലേക്ക് അടച്ചു. വലിപ്പമേറിയ ഇരുമ്പ് ചങ്ങലകളാൽ അവരെ ബന്ധിച്ചു. ആ ജയിലിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു ആർട്ടെമിയസ് എന്ന ഉദ്യോഗസ്ഥൻ, കഠിനഹൃദയനായ ഒരാൾ. അദ്ദേഹത്തിനൊരു മകളുണ്ടായിരുന്നു, പൗളീന. ആ പാവം പെൺകുട്ടിക്ക് ഒരു ഭീകരമായ രോഗം ബാധിച്ചിരിക്കുകയായിരുന്നു. അവളെ ഒരു പിശാച് ബാധിച്ചിരിക്കുകയാണെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. മകളുടെ അവസ്ഥ കണ്ട് ആർട്ടെമിയസ് വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. ഇതറിഞ്ഞ പീറ്റർ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് ആർട്ടെമിയസിനോട് പറഞ്ഞു, നിന്റെ മകളെ സുഖപ്പെടുത്താൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സാധിക്കും. ആർട്ടെമിയസ് അത് വിശ്വസിച്ചില്ല. അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു, നിന്റെ ദൈവം അത്ര വലിയവനാണെങ്കിൽ നീ ആദ്യം ഈ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരും, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അന്ന് രാത്രി ജയിലിനുള്ളിൽ ഒരു അത്ഭുതം നടന്നു. മർസിലിനസും പീറ്ററും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ തനിയെ അഴിഞ്ഞു വീണു. അവർ ജയിലിന് പുറത്തേക്ക് നടന്നു വന്നു. ഇത് കണ്ട് ആർട്ടെമിയസ് ഞെട്ടിപ്പോയി. അവർ ആ പെൺകുട്ടിയുടെ അടുത്തെത്തി പ്രാർത്ഥിക്കുകയും അവൾ പൂർണ്ണ ആരോഗ്യവതിയാവുകയും ചെയ്തു. ഈ അത്ഭുതം കണ്ട ആർട്ടെമിയസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മാത്രമല്ല, ആ ജയിലിലുണ്ടായിരുന്ന മറ്റ് തടവുകാരും കാവൽക്കാരും ഉൾപ്പെടെ വലിയൊരു സംഘം ആളുകൾ ക്രിസ്തു മതം സ്വീകരിക്കാൻ തയ്യാറായി. വൈദികനായ മാർസിലിനസ് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവർക്കെല്ലാം ജ്ഞാനസ്നാനം നൽകി. ജയിലിനെ ഒരു ദേവാലയമാക്കി മാറ്റിയ വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. ഇതറിഞ്ഞ് ചക്രവർത്തി അത്യധികം കോപിഷ്ഠനായി. ഇവരെ ജീവനോടെ വെച്ചാൽ തൻ്റെ സാമ്രാജ്യം തന്നെ ഇളകിപ്പോകുമെന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് അവരെ രഹസ്യമായി കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. ജനങ്ങൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് കരുതി സിൽവാ നിഗ്ര അഥവാ കറുത്ത വനം എന്ന് വിളിക്കുന്ന ആളൊഴിഞ്ഞ കാട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ വെച്ച് റോമൻ സൈനികർ അവരോട് ഒരു ക്രൂരത ചെയ്തു. നിങ്ങൾ മരിക്കാൻ പോകുന്ന കുഴി നിങ്ങൾ തന്നെ വെട്ടണം. മരണത്തിന് മുന്നിലും ആ രണ്ടുപേർ ഭയന്നില്ല. സന്തോഷത്തോടെ അവർ സ്വന്തം കല്ലറ വെട്ടി. ഒടുവിൽ AD 304 ആ കാട്ടിൽ വെച്ച് അവരെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തി. അധികാരികൾ വിചാരിച്ചത് ആ കാട്ടിനുള്ളിൽ അവരുടെ കഥ അവസാനിച്ചു എന്നാണ്. എന്നാൽ ആ കൊലപാതകം ചെയ്ത സൈനികരിൽ ഒരാൾ പിന്നീട് ഈ കഥ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ക്രൂരതയുടെ ആ കറുത്ത വനം പിന്നീട് വിശുദ്ധ വനം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇന്ന് റോമിലെ വലിയൊരു ബസിലിക്ക ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു. ജീവിതം ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. നമ്മളെ പൂട്ടാൻ ചിലർ വലിയ ചങ്ങലകളും തടവറകളും തീർക്കുമായിരിക്കും. പക്ഷെ നമ്മളിലുള്ള നന്മയ്ക്കും വിശ്വാസത്തിനും ആ തടവറയുടെ ഭിത്തികളെപ്പോലും മാറ്റിമറിക്കാൻ ശേഷിയുണ്ടാകും. ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മറ്റൊരു വിശുദ്ധൻ്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.